എല്ലാ കുട്ടികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ്. നമ്മൾ ഓൾറെഡി 2 ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 5-6 ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ ക്ലാസ് തരുന്നത്. കാരണം കുട്ടികളൊന്നും അങ്ങനെ കയറി അങ്ങോട്ട് പഠിച്ചതൊന്നും തുടങ്ങിയിട്ടില്ല. എല്ലാവരും ഭയങ്കര ഉറക്കമോ, ഭയങ്കര ക്ഷീണം. പ്ലസ് 1-ൻ്റെ എക്സാം കൂടെ കഴിഞ്ഞു, എന്തൊരു ഉറക്കമെന്നറിയോ. രാവിലെയൊക്കെ ട്യൂഷൻ ഇല്ലെങ്കിൽ 10 മണിയാണ് കണക്ക്. പിന്നെ അടുക്കളയിൽ നിന്നൊക്കെ ചെറിയ ചെറിയ പൂരപ്പാട്ടുകളൊക്കെ കേൾക്കും. മീൻസ് വീട്ടിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് വഴക്കൊക്കെ പറയുമ്പോൾ ഒന്ന് പതുക്കെ എഴുന്നേൽക്കുക, അങ്ങനെയൊക്കെയാണ്. ചില കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ സമയമൊക്കെ കഴിഞ്ഞു എന്നുള്ള വിചാരിക്കുക. മീൻസ് ക്ഷീണം തീർന്ന് പ്ലസ് 2 ഒക്കെ നല്ലപോലെ പഠിച്ച് തുടങ്ങുന്ന സമയമായി. ഇപ്പോഴാണ് നിങ്ങൾക്കൊന്ന് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നത്. സ്കൂൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും സമയം കിട്ടില്ല. അതുകൊണ്ട് ഉറക്കമൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, എന്തായാലും നല്ലപോലെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് അങ്ങോട്ട് മോശമാക്കുന്നില്ല. നമ്മുടെ ചാപ്റ്റർ മെട്രിസസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. അതിപ്പോഴേ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, വളരെ വളരെ ബോറാണ്. രണ്ടാമത്തെ ഇൻവേഴ്സ് കുഴപ്പമില്ല, എന്നാലും ഇത്തിരി സമയമാകാനുണ്ട്, അവൻ്റെ ടൈമൊന്നും ആയിട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് പറ്റിയ ചാപ്റ്ററാണ് മെട്രിസസ് അല്ലെങ്കിൽ മെട്രിക്സ്. ഇവനാകുമ്പോൾ വലിയ കുഴപ്പമില്ല, നമുക്ക് പഠിച്ച് തുടങ്ങാനൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്ക് ആർക്കും ഒന്ന് പഠിക്കാം, പക്ഷെ ആർക്കും തെറ്റുകയും ചെയ്യാം കേട്ടോ. അതാണ് രസം. എത്ര വലിയമാർക്കും തെറ്റാം, പക്ഷേ ഏത് കൊച്ചു ആൾക്കാർക്കും പഠിക്കുകയും ചെയ്യാം. അങ്ങനെ 2 കാര്യങ്ങളുമുണ്ട്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ മെട്രിക്സ്? ഒരാൾക്ക് എന്താണ് മെട്രിക്സ്? നിങ്ങളപ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കും? മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. ഓക്കെ, ഒരു ബോക്സ് അങ്ങോട്ട് വരയ്ക്കുക, അതിനുള്ളിൽ കുറേ നമ്പറുകൾ എഴുതുക. ചുമ്മാ അല്ല, റോയിലും കോളത്തിലും വരയും നിരയിലുമായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തെഴുതുക. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ ഈ എന്തിനൊക്കെ നമ്മൾ അസംബ്ലിക്കൊക്കെ നിർത്തുമ്പോൾ, പരേഡിന് നിർത്തുമ്പോൾ അറേഞ്ച് ചെയ്യുന്ന മാതിരി അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ അതിനുവേണ്ടി സമയം കളയുന്നില്ല. നോക്കിയാണേ, ഇപ്പോൾ 3, 5, 2, 1, 7, 5, 6, 8, 1, 6, 7, 9. ഇതൊരു മെട്രിക്സ് ആണ്. ദിസ് ഈസ് ഫസ്റ്റ് റോ, ദിസ് ഈസ് സെക്കൻഡ് റോ ആൻഡ് ദിസ് ഈസ് തേർഡ് റോ. അപ്പോൾ റോ എങ്ങനെ എണ്ണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഹൊറിസോണ്ടൽ. ഓക്കെ, വെർട്ടിക്കലായിട്ട് വരുമ്പോൾ 1, 2, 3, 4 കോളംസ് 4. ഓക്കെ, അപ്പം 3 റോയും 4 കോളംസുമാണ് ഈ മെട്രിക്സിന്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കുന്നത് ഓർഡർ എന്ന് പറയുന്നൊരു വേർഡാണ്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഹൗ മെനി റോസ് ആൻഡ് കോളംസ് ഫോർ എ മെട്രിക്സ് ഈസ് കോൾഡ് ആൻ ഓർഡർ. ഓക്കെ, വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദിസ് മെട്രിക്സ്? അതിനുവേണ്ടി നമ്മൾ ആദ്യം എത്ര റോ ഉണ്ടെന്ന് നോക്കണം. 1, 2, 3 കോളം 1, 2, 3, 4 4. Therefore order is 3/4. This is row, this is column. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് m/n എന്നാണ് കേട്ടോ, m/n. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഓർഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് m and n, where m is the number of rows and n is the number of columns. That is all. അപ്പോൾ നിങ്ങളായിരിക്കും m/n എന്നാണല്ലോ പറയുന്നത്, പക്ഷേ എഴുതുന്ന ഇൻറ്റു ആണ്. അതിന് മീനിങ് ഉണ്ട്. 3/4, 3 × 4 എത്ര മോനെ? 12, 12. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദിസ് മെട്രിക്സ് ഈസ് 12. ഈ മെട്രിക്സിനുള്ളിൽ 12 പേരുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കി 1, 2, 3, 4 അങ്ങനെ 12 പേരുണ്ട്. അപ്പോൾ ഇതാണ് 12 എന്നുള്ള നമ്പറിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ 12 എന്താണെന്നുള്ളത് ക്ലിയറായി. അപ്പോൾ എല്ലാം നമുക്ക് ആദ്യത്തെ തുടക്കമായി. നെക്സ്റ്റ് നമുക്ക് ഓരോ എലമെൻറ്റുകൾക്ക് ഓരോ പേരുണ്ട് മോനെ, ഓരോ എലമെൻറ്റുകൾക്ക് ഓരോ പേരുണ്ട്. ഇപ്പോൾ 3, 5, 2, 1, 6 രണ്ടിടത്തുണ്ട്. ഏത് 6ആടാ? അപ്പോൾ ഈ 6 രണ്ടിടത്താണെങ്കിൽ 2 പൊസിഷനാണ്. ഓക്കെ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് AIJ എന്നാണ് കേട്ടോ. വേർ I represents which row and J represents which column. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 8നെ ഒന്ന് പറഞ്ഞു നോക്കാം. 8 അല്ലെങ്കിൽ ഈ 6നെ നമുക്ക് ഈ മെത്തേഡിൽ പറയുകയാണെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് എത്രാമത്തെ റോയിലാണ് നോക്കണം. 6 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ് അല്ലേ. Therefore ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ A2 എന്നാണ് തുടങ്ങേണ്ടത്. എന്തുകൊണ്ടാണ്? ആദ്യ റോ എഴുതേണ്ടത്, രണ്ടാമത്തെ റോ ഉണ്ട് 1, 2. ഇങ്ങനെ വരുമ്പോൾ എത്ര? 1, 2, 3. Therefore 8, 2, 3. 23 അല്ലേ, 2, 3. ഓക്കെ, 2, 3 സെക്കൻഡ്, തേർഡ് കോളം. അങ്ങനെയാണെങ്കിൽ ഈ 6 അങ്ങനെ ആയിരിക്കും. നോക്കിക്കേ, ഈ 6 1, 2 മൂന്നാമത് അല്ലേ, A3 1, 2 രണ്ടാമത്, അപ്പോൾ A32. Therefore this is A32. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? A11, ഇത് A12, ഇത് A13, ഇത് A14, A21, A22, A23, A24, A31, A32, A33, A34. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുടക്കം ഒന്ന് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾക്ക് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് ആണ് കേട്ടോ. ഇക്വാളിറ്റി എന്താണ്? ഇക്വാളിറ്റി 2 മെട്രിസസ് ക്യാപിറ്റൽ A ആൻഡ് ക്യാപിറ്റൽ B ആർ സെറ്റ് ടു ബി ഈക്വൽ. 2 മെട്രിക്സുകൾ തമ്മിൽ തുല്യം, ഈക്വൽ എന്ന് പറയണമെങ്കിൽ 2 കണ്ടീഷൻസ്. ഒന്നാമത്തെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ,
അതിൻ്റെ റോയും കോളവും ഈക്വലാണ്, മീൻസ് ഓർഡറുകൾ ഈക്വലാവണം. ഇപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ നോക്കിക്കോണേ. ഫസ്റ്റ് മെട്രിക്സ് ഇപ്പോൾ നോക്കിക്കേ, എക്സ് മൈനസ് 1, വൈ മൈനസ് 3, ഇസഡ് പ്ലസ് 1, ടി പ്ലസ് 4. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഒരാൾ ചോദിച്ചാൽ 2/2, 2 റോയും 2 കോളം. ശരിയല്ലേ? 2 റോയും 2 കോളം, 2 റോ 2 കോളം. അടുത്ത മെട്രിക്സ് ഈക്വലായിട്ട് എഴുതുവാണെങ്കിൽ അവൻ 2 റോയും 2 കോളം ആക്കാൻ പാടുള്ളൂ, മീൻസ് 5, 3, 4, 7. ഓക്കെ, ഇപ്പോൾ ഈ 2 മെട്രിക്സുകൾ തമ്മിൽ തുല്യം എന്ന് വിളിക്കണമെങ്കിൽ ഫസ്റ്റിൽ അതിൻ്റെ ഓർഡറുകൾ ഈക്വൽ ആകണം. സെക്കൻഡ്ലി അതിൻ്റെ പൊസിഷൻസുകൾ തമ്മിൽ ഈക്വൽ ആവണം. ദാറ്റ് മീൻസ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിലെ ആദ്യത്തെവൻ, സെക്കൻഡ് മെട്രിക്സിലെ ആദ്യത്തെവൻ 5. അപ്പോൾ ഇത് തമ്മിൽ ഈക്വൽ ആവണം. അല്ലാതെ എക്സ് മൈനസ് 1നെ നമുക്ക് ആരുമായിട്ട് വിക്കറ്റ് ചെയ്യാൻ പറ്റില്ല, 5 മാത്രം കേട്ടോ. എക്സ് മൈനസ് 1 = 5, വൈ മൈനസ് 3 = 3, ഇസഡ് പ്ലസ് 1 = 4 ആൻഡ് ടി പ്ലസ് 4 = 7. ഇങ്ങനെ പൊസിഷൻ വൈസും ഈക്വൽ ആകുമ്പോഴാണ് 2 മെട്രിക്സുകൾ തുല്യം എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിന് നമുക്ക് എന്താ ചോദിക്കുന്നത്? ഇങ്ങനെ ഈക്വലാന്ന് പറഞ്ഞിട്ട് പറയും എക്സ്, വൈ, ഇസഡ്, ടി എല്ലാം കണ്ടുപിടിച്ചോളൂ വാടാ, ഇപ്പം കൊണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കണേ. അപ്പോൾ ഇങ്ങനെ എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണ് ഞാൻ ഇതിനോട് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 2 മെട്രിക്സുകൾ ഇങ്ങനെ പറയും, ഇഫ് ദിസ് മെട്രിക്സ് ഈക്വൽ ദിസ് മെട്രിക്സ് ഫൈൻഡ് എക്സ്, വൈ, ഇസഡ്, ടി. ഓക്കെ, 4 പേരെയും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എക്സ് മൈനസ് 1 = 5, എക്സ് മൈനസ് 1 5 ആണെങ്കിൽ എക്സ് = 5 + 1 6, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വൈ മൈനസ് 3 3 ടിക്കറ്റ് ചെയ്യണം. വേണ്ട, ഈ പൊസിഷൻ സെക്കൻഡാണ്, ഇവിടുത്തെ ഈ പൊസിഷൻ സെക്കൻഡ്. അപ്പോൾ വൈ മൈനസ് 3 = 3, വൈ ഈ 3 എഴുതി, -3 അപ്പുറത്ത് പോയി, +3 6, ആൻസർ തീർന്നു. ഓക്കെ, പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം, നമുക്ക് +2 ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സാണ്. ഏത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും സിമ്പിളായിട്ട് മനസ്സിലാക്കി ഫുൾ മാർക്കിൽ എത്തുന്ന രീതിക്കുള്ള ക്ലാസ്സാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നോട്ട്സ് തരും, ഇക്വേഷൻ ബുക്കിലെറ്റ് തരും, നിങ്ങൾക്കുള്ള എല്ലാ സജഷൻസും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന്. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ളൊരു ക്വസ്റ്റ്യൻ പാക്കേജ് തരും. അതൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഏതൊരു കുട്ടിക്കും മാത്സിനെ അറിഞ്ഞു പഠിക്കാം. ഇതിനോട് എൻട്രൻസോട് ജോയിൻ ചെയ്യുന്നവർക്ക് നല്ല ഫീസിനുള്ളൊരു കൺസെഷനോട് ചേർന്നാണ് തരുന്നത്. ഇപ്പം മാത്സ് മാത്രമാണെങ്കിൽ നമുക്ക് ഇത്രയുമേ ഉള്ളൂ, 1 ഇയർ ഫീസ്. ഓക്കെ, ഇതിനുള്ളിലെല്ലാം കിട്ടും. ഇനി ഇതിന് താഴ്ന്ന പല ക്ലാസ്സുകളും നമുക്ക് കാണാൻ പറ്റുമായിരിക്കാം. നമ്മളുടെ ക്ലാസ് ഇതിനാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് തരുന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാൻ പറ്റും. നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തും ക്ലിയർ ചെയ്തു പോകും, അത് ഏറ്റവും സിമ്പിളായിട്ട്. ഓക്കെ, എൻട്രൻസോട് ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ 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 ഈസി ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പേരെ കിട്ടി. മൂന്നാമത്തെ ഇസഡ് പ്ലസ് 1 = 4. അപ്പോൾ എന്ത് കിട്ടും? ഇസഡ് = 4 - 1 3, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ടി പ്ലസ് 4 = 7, ടി പ്ലസ് 4 7 ആണെങ്കിൽ ടി = 7 - 4 3, ദാറ്റ്സ് ഓൾ, തീർന്നു. ഇങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എക്സും വൈയും ഒക്കെ കണ്ടുപിടിക്കുക. എക്സാമിന് ചോദിക്കുന്നതാ. മറ്റൊരെണ്ണം കൂടെ പരിചയപ്പെടുത്താം. മെട്രിക്സ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്, എക്സ് പ്ലസ് ഇസഡ്, വൈ പ്ലസ് ഇസഡ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് 20 13 8. ഓക്കെ, ഇങ്ങനെ ഫൈൻഡ് എക്സ്, വൈ, ഇസഡ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രണ്ടാമതൊരു എലമെൻ്റ് ഇല്ല, ഫസ്റ്റ് എലമെൻ്റ് ഒരെണ്ണം കണ്ടോ, ഒരു കോളം മെട്രിക്സ് ആണ്. ഇങ്ങനെ താഴോട്ട് ഒരെണ്ണം കണ്ടോ, ഇവിടെ ഒരു കോളം പോലെ പിന്നില്ല. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആരുമായിട്ടാ 20 ആയിട്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് = 20, ഇക്വേഷൻ നമ്പർ 1. അടുത്ത എക്സ് പ്ലസ് ഇസഡ് ആരുമായിട്ടാ 13 ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എക്സ് പ്ലസ് ഇസഡ് = 13, ഇക്വേഷൻ നമ്പർ 2. അടുത്തത് വൈ പ്ലസ് ഇസഡ് = 8, വൈ പ്ലസ് ഇസഡ് = 8. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര ആടാ, വൈ എത്ര ആടാ, ഇസഡ് എത്ര ആണ്, അതാണ് നമുക്ക് വേണ്ടത്. സെപ്പറേറ്റ്ലി എത്രയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ പാടൊന്നുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ നോക്കിക്കേ, 3 പേർ, രാജൻ, വിൽസൺ ആൻഡ് ആൻ്റണി. 3 പേരാണേ. ഇവർ 3 പേരുടെ വൈകിട്ടായപ്പോൾ ഒരു ഷെയറിംഗ് ഒക്കെ നടത്തി എന്തോ പരിപാടി നമുക്കറിയത്തില്ല കേട്ടോ. വൈകിട്ടൊക്കെ ഷെയറിംഗ് നടത്തുന്ന ചിലരുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. എങ്ങനെയാണ് വൈകിട്ടാകുമ്പോൾ കൂട്ടുകാരോട് ഷെയറിംഗ് നടത്തി എന്തൊക്കെ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ച് കഴിക്കാറുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ ഈ 3 പേര് ചേർന്ന് 100 രൂപ ഇവർ ഷെയർ ഇട്ടു. എല്ലാവരും ചേർന്നപ്പോൾ 100 രൂപ, എല്ലാവരും ഷെയർ അപ്പോൾ 100 രൂപ കേട്ടോ. 100 രൂപയുടെ എന്താ സംഭവം വാങ്ങുന്നത്. അപ്പം 3 പേരുടെയും കൂടെ ചെയ്തപ്പോൾ 100 രൂപ. അങ്ങനെയാണെങ്കിലേ ഇന്നത്തെ രാജനും ആൻ്റണിയും കൂടെ ചേർന്നപ്പോൾ
70 രൂപ കിട്ടും. ഓക്കെ, രാജൻ്റെയും ആൻ്റണിയുടെയും കൂടെ മാത്രം ഷെയർ 70 രൂപ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തേനാരാ? വിൽസൺ. വിൽസൻ്റെ എത്രയാണെന്ന് കിട്ടും? 3 പേർക്ക് കൂടെ 100. അതിനകത്ത് രാജനും ആൻ്റണിക്കും കൂടെ ചേർന്നപ്പോൾ 70. അങ്ങനെയാണെങ്കിൽ വിൽസൻ്റെ എത്ര ആയിരിക്കും മോനെ? 30. ഓക്കെ, അതെങ്ങനെ കിട്ടി? 100 - 70. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കിയൊക്കെ എളുപ്പം കിട്ടും. ഇവിടെ ഞാൻ അതേപോലെ മോനെ, ഇവിടെ നിങ്ങൾ അതേപോലെ ചിന്തിച്ചാൽ മതി. ഇതാണ്ട് ഇത് രാജൻ, ഇത് വിൽസൺ, ഇത് ആൻ്റണി, ഇത് രാജനും ആൻ്റണിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വിൽസൻ്റെ മാത്രം, വിൽസൺ ഇവിടെ മാത്രം വൈ അല്ലേ? അപ്പം 3 പേരും കൂടി 20 രൂപ. അതിനകത്തെ അപ്പം നോക്കിക്കേ, x + y + z = 20. അതിനകത്ത് എക്സ് ഇസഡ് കൂടെ ചേർന്നപ്പോൾ ഈ 2 പേര് ചേർന്നപ്പോൾ 13 മോനെ. അങ്ങനെയാണെങ്കിൽ വൈയുടെ മാത്രം എത്ര ആയിരിക്കണം? 7. 13ഉം 7 വലിയ 20 ആണ്ടത്. അപ്പോൾ നമുക്ക് ആരെ കിട്ടി മോനെ? വൈ കിട്ടി. എത്ര? 7. വൈ 7 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷനിലോട്ട് കൊടുത്താൽ y + z = 8 മോനെ. വൈയുടെ 7 ആണ്. അപ്പോൾ 7 + z = 8. z എത്രയും മോനെ? 1. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും മോനെ? 12. കാരണം മുഴുവനോട് ചേർന്ന് 20 ആവണം. അപ്പോൾ ഇത് 7, ഇത് 1. അപ്പോൾ 7 1 8. 20 നിന്ന് 2 പേരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എക്സ് മാത്രം 12 രൂപ. ഓക്കെ, അപ്പോൾ എക്സിന് കൂടുതൽ കൊടുത്തേക്കണേ. മീൻസ് രാജന് കൂടുതൽ കൊടുത്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യം ഏകദേശം പിടികിട്ടി. സോൾവ് ചെയ്യുന്നൊക്കെ മെത്തേഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇക്വേഷൻ വന്ന് ഇങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങും, അങ്ങനെയൊന്നും പറ്റത്തില്ല. സോൾവ് ചെയ്യാൻ തരുന്ന ഇക്വേഷൻ നമ്മളാണ് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെറിയ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതുപോലെ അടുത്ത ക്ലാസ് വരും. നല്ല രീതിയിലുള്ള മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുട്ടികളിലോട്ട്. ഓക്കെ, ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് അങ്ങ് പോയേക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ കാണുക. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.